കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് ഈ റോഡ് വന്നതിന് ശേഷം ഈ നാട്ടിന് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ റോഡ് വന്നതിന് ശേഷം ഉഷാറായത്. അത്ര വരെ ഇത് നമ്മുടെ മണിയറ നാടാന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഇപ്പൊ എല്ലാവർക്കും അറിയാം. ഇപ്പൊ എല്ലാവർക്കും അറിയാം. യാത്രക്കിടയിൽ അതിഗംഭീരമായ ഒരു റോഡ് കണ്ട് ചവിട്ടിയതാണ്. പക്ഷേ വളരെ മനോഹരമായൊരിടം. ഒരു റോഡ് ഒരു നാടിനെ എങ്ങനെ മാറ്റി തീർക്കുന്നു എന്ന് ഏറ്റവും ഭംഗിയായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു എന്നതാണ് ഇതിന്റെ രസകരമായ കാര്യം. ഇവിടെ ഏതാ ഈ റോഡ് കാണാനും പ്രദേശത്തിന്റെ ഭംഗി ആസ്വദിക്കാനും ഒക്കെ ആയിട്ട് നാട്ടുകാരും പുറത്തുനിന്നുള്ളവരൊക്കെ ആയിട്ട് ഒരുപാട് ആളുകളുണ്ട്. ഈ റോഡ് അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ ഈ സ്ഥലത്തെ അമ്പാടെ മാറ്റിക്കളഞ്ഞല്ലേ? അതെ അതെ. ഇത് കഴിഞ്ഞ ഒരു വർഷം ഉദ്ഘാടനത്തിന് ശേഷം ഈ നാടിന്റെ മുഖച്ഛായ തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ മാറ്റിമറിച്ചു. അതായത് അമ്പലത്തറ മുതൽ മാതമംഗലം വരെയുള്ള ഒരു 10-12 കിലോമീറ്ററിൽ ഒരു വളരെ മോശം റോഡാണ് ഉണ്ടായത്. ഇപ്പോൾ കിഫ്ബിയിൽ 56 കോടിയുടെ ഉൾപ്പെടുത്തിയ ശേഷം ചെയ്തതിന് ശേഷം ഈ നാട് തന്നെ ആകെ മാറി. ഒട്ടനവധി യാത്രക്കാർ വൈകുന്നേരങ്ങളിൽ ഇവിടെ ഒരു പിക്നിക് പോലെ വന്നു പോകുന്നു. മൊത്തം ഒരു നാടിന് ഹാപ്പി ആവുന്ന തരത്തിൽ നമ്മൾ ഈ 10 കൊല്ലത്തിന് എല്ലാ സ്ഥലങ്ങളും പോലെ ഇവിടെയും അതിന്റെ വലിയ മാറ്റം ഉണ്ടായി. നമ്മൾ ഈ മുനിസിപ്പാലിറ്റീൻ്റെ 10ാം വാർഡ്, ആ 10ാം വാർഡിൽ ഏറ്റവും മുനിസിപ്പാലിറ്റി അതിർത്തി പ്രദേശമായത്. ഈ റോഡ് വന്നതിന് ശേഷം പല ആളുകൾ ഈ ഭാഗത്തേക്ക് വരികയും ഈ പറഞ്ഞ സന്ധ്യാസമയങ്ങളിൽ ഒരു 7-8 മണി വരെ വലിയ തിരക്കാണ് ആളുകൾ ആസ്വദിച്ചത്. നിങ്ങൾ റോഡിനെ ഇപ്പൊ നാട് ഏറ്റെടുക്കുന്ന കാണാൻ കഴിയുന്നത്. റോഡ് ഗംഭീരം തന്നെയാണ്. ശരിക്കും പറഞ്ഞ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെ ഇപ്പൊ ഇത് മാറിയിട്ടുണ്ട്. റോഡെല്ലാം വളരെ ഗംഭീരമായിട്ട് ആയി. നമ്മളെ അതിഗംഭീരമാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ടോ, കിഫ്ബി പദ്ധതിയിൽപ്പെടുത്തി നിർമ്മിച്ചെടുത്ത റോഡ് കൂടിയാണ്. കിഫ്ബിയെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വാർത്തകളിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് ഈ റോഡ് വന്നതിന് ശേഷം ഈ നാട്ടിന് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ശനി ഞായറും ഞങ്ങൾക്ക് ഇതിലെ നടക്കാൻ പോലും ആവില്ല. കാരണം ഏറ്റവും കൂടുതൽ പുറത്തുനിന്ന് ആള് വരുന്നതാണ്. അവർ വന്നാൽ കാഴ്ചകൾ കണ്ട് ഇതുപോലെ മനോഹരമായ ഒരു വയലൊന്നും ഇപ്പൊ എവിടെ അടുത്ത ഇത് കണ്ടിട്ടാണ് ഞങ്ങളും സത്യം പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നിർത്തിയത്. 10ാം വാർഡിൽ സ്ഥാനാർത്ഥി കൂടിയാണ്. അപ്പൊ കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇവിടെ ഇനി നല്ല കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഒരുക്കണം, അങ്ങനെ കുറെ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അതൊക്കെ റെഡിയാണോ? ജയിച്ചു വന്ന ഇതൊക്കെ ഉറപ്പല്ലേ? അപ്പോൾ സ്ഥാനാർത്ഥിമാരുടെ ഒരു വൻ സംഗമമാണ് ഇപ്പോൾ എന്റെ ഇവിടെ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരുപാട് വികസനങ്ങൾ ഇനിയും കൊണ്ടുപോകണ്ടേ, മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? നമ്മുടെ സ്ഥാനാർത്ഥി പര്യടനത്തിൽ എടുത്തു പറയാൻ വേണ്ടി പറ്റുന്ന ഒരു ഇത് തന്നെയാണ് ഈ റോഡ്. ഈ റോഡ് നിങ്ങളുടെ അടയാളമായി മാറി. നമുക്ക് എന്തുകൊണ്ടും കേരള ഗവൺമെന്റ് വികസനത്തിന് കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുമ്പോൾ നമുക്ക് ഈ റോഡ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റും. അതെ അതെ. നിങ്ങൾക്കൊക്കെ പരിചിതമായ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉണ്ണിച്ചേട്ടൻ ഉണ്ണിക്കാനായി എന്താ പറയാനുള്ളത്? വോട്ട് എന്തിനായിരിക്കണം? വോട്ട് ഇപ്രാവശ്യത്തെ നമ്മുടെ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനത്തിനായിരിക്കണം. കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? ഉഷാറാണോ? ഈ റോഡ് വന്നതിന് ശേഷമാണ് ഇതൊക്കെ തുടങ്ങിയത്? റോഡ് വന്നതിന് ശേഷം ഈ റോഡ് വന്ന പിന്നെ തന്നെ ഈ മാറ്റം എല്ലാം ഉണ്ടായിന്. കാരണം നമ്മിപ്പോ ഒരു വാട്സപ്പ് നമുക്കൊരു പണിയായി, അതെല്ലാം ഒരു മാറ്റം തന്നെ. റോഡ് വന്നതിന് ശേഷം ഉഷാറായത്. അത്ര വരെ ഇത് നമ്മുടെ മണിയറ നാടാന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഇപ്പൊ എല്ലാവർക്കും അറിയാം. ഇപ്പൊ എല്ലാവർക്കും അറിയാം. എങ്ങനെയുണ്ട് റോഡും ഇതൊക്കെ? സൂപ്പറല്ലേ? അടിപൊളിയാണോ? സൂപ്പർ ആയിട്ടുണ്ട്. വോട്ട് ചെയ്യാനൊക്കെ മനസ്സിലൊരു മാറ്റത്തിന്റെ ഫീൽ ഇതുണ്ടാവോ? തീർച്ചയായും ഉണ്ടാവും. നല്ല വൈബിളുള്ള സ്ഥലമാണ്. അപ്പം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. മിക്ക ദിവസവും നമ്മളിവിടെ വരും. ഫ്രണ്ട്സുമായിട്ട് വരും, ഫാമിലി ആയിട്ടും വരും. എല്ലാവർക്കും ഇഷ്ടമാണ്? ഓ തീർച്ചയായിട്ടും നല്ല ഇഷ്ടമാണ്. നല്ല രസമുള്ള സ്ഥലമാണ്. ഇപ്പൊ ഈ റോഡും മനോഹരമായ കാഴ്ചയൊക്കെ വന്നപ്പോഴും ആകപ്പാടെ ഒരു മാറ്റമുണ്ട്. പ്രത്യേകിച്ച് ഈ റോഡ് അതിഗംഭീര റോഡാണ്. അതിഗംഭീര റോഡ്. നമ്മളെന്തെങ്കിലും കാണുക നമ്മുടെ വയനാടോ അങ്ങനെ എവിടെയെങ്കിലും പോകണം. ഇപ്പൊ നമ്മുടെ നമ്മുടെ മുറ്റത്തുണ്ട്. നമുക്ക് യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? നല്ല രീതിയിൽ പോകുന്നു. റോഡ് വന്നതിന് ശേഷം വലിയ മാറ്റം. നല്ല മാറ്റമുണ്ട്. ഇവിടെയാണോ വീട്? അല്ല, കോറം. അവിടെ നിന്ന് ഇവിടെ വന്ന് കച്ചവടം ചെയ്യുന്നു. നല്ല തിരക്കുണ്ടാവാറുണ്ടോ? ശനി ഞായർ നല്ല തിരക്കാണ്. ഈ റോഡൊക്കെ കാണുമ്പോൾ തോന്നുന്നു എല്ലാരും വൈകുന്നേരം കാണാൻ വരും. നല്ല ഒരു അനുഭവമാണ്. നല്ല റോഡാണ്, അടിപൊളി റോഡാണ്. ഇപ്പം പയ്യന്നൂർക്ക് എത്താൻ വളരെ സമയം കുറച്ച് മതി. പെട്ടെന്ന് എത്തും. ഇതിലാണ് എല്ലാ ദിവസവും പോകുന്നത്. ഈ പുതിയ റോഡ് വന്നതിന് ശേഷം വീട്ടിലേക്ക് എത്താൻ സമയം ഒരുപാട് ലാഭമായി. പെട്ടെന്ന് എത്തും. അതുകൊണ്ട് നമ്മൾ പയ്യന്നൂരേക്ക് വരുന്നത്. നമുക്ക് തളിപ്പറമ്പിലേക്ക് പോയാൽ മതി. അപ്പൊ ഇവിടേക്കും പെട്ടെന്ന് എത്താൻ പറ്റുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ട് വൈബ് മൊത്തം നല്ല വൈബാ. ഹാപ്പിയാ. എത്രയോ പുഞ്ചിരിയോടെയാണ് അവർ നമ്മളോട് സംസാരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ഉണ്ടായ വലിയ നേട്ടങ്ങൾ, മാറ്റങ്ങൾ അതൊരു റോഡ് കാരണമാണ്. അതായത് വികസനം അവരുടെ മനസ്സുകളെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ അത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത്.
യാത്ര അവസാനിക്കുന്നില്ല, ഞങ്ങൾ തുടരുകയാണ്. അപ്പോൾ നാട്ടുവണ്ടി ഇവിടെ നിന്ന് ഇനി നമുക്ക് അടുത്തയിടത്ത് കാണാം.